പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ അവതരിപ്പിക്കുന്നത് വാരഫലമാണ്. വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 2025 ആഗസ്റ്റ് 6 മുതൽ ഓഗസ്റ്റ് 12 വരെയുള്ള, അതായത് 1200 കർക്കിടക മാസം 21 മുതൽ 27 വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല, ഇടവൻ രാശിയിലുമില്ല. മിഥുനൻ രാശിയിൽ ഗുരുശുക്രന്മാർ, കർക്കിടകത്തിൽ സൂര്യൻ ബുധൻ, ചിങ്ങത്തിൽ കേതു, കന്നിയിൽ കുജൻ ചൊവ്വ, ധനുരാശിയിൽ ചന്ദ്രൻ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇങ്ങനെയാണ് ഈ ഗ്രഹസ്ഥിതി മേടരാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്ക് എപ്രകാരം അനുകൂലമായി വരും എന്ന ചിന്തയാണ് നാം ഇവിടെ നടത്തുന്നത്. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു കന്നിരാശി. ഇവിടെ കന്നിരാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ചൊവ്വയാണ്, 4-ാം ഭാവത്തിൽ ചന്ദ്രൻ, 6-ാം ഭാവത്തിൽ രാഹു, 7-ൽ ശനി, 10-ാം ഭാവത്തിൽ ഗുരുശുക്രന്മാർ, 11-ൽ സൂര്യൻ ബുധൻ, 12-ൽ കേതു. ശിരോജന്യമായ രോഗങ്ങൾ, മൈഗ്രെയിൻ, ഇതുമൂലം ബുദ്ധിമുട്ടുന്നൊരവസ്ഥ കന്നിരാശിക്കാർക്ക് വരും. കന്നിരാശിക്കാർ ഐസ്ക്രീം കഴിക്കാനോ തണുത്ത വെള്ളം കുടിച്ചാലോ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും. കാരണം ശ്ലേഷ്മലഹ, കഫപ്രകൃതിയാണ് അവർക്ക്. കഫജന്യമായ ബുദ്ധിമുട്ടുകളാൽ ബുദ്ധിമുട്ടും. ഇവിടെ 4-ൽ ചന്ദ്രൻ ശക്തനായി നിൽക്കുന്നുണ്ട്. വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനാണ്. ആ ചന്ദ്രൻ നല്ല അധികാരം, തൻ്റെ ബോസ്, മേലധികാരിയിൽ നിന്ന് ലഭിക്കുക, ഹയർ അതോറിറ്റി തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക, സർക്കാർ ജോലി ലഭിക്കുക, പുതിയ ജോലിയിൽ പ്രവേശിക്കുക, പ്രമോഷൻ ലഭിക്കുക, യാത്ര ചെയ്യുക, പലപ്പോഴും ഭാര്യയുമായി പിരിഞ്ഞിരിക്കുന്ന വാരങ്ങളാണ് മുന്നിൽ വരിക. ഭാര്യ സന്താനങ്ങളുമായി സമ്മേളനം ഉണ്ടാകുമെന്നൊരു ഫലം 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ പറഞ്ഞിരിക്കുന്നു. ജോലി വിഷയത്തിൽ ബുദ്ധിമുട്ട് വേണ്ട. പലപ്പോഴും തൻ്റെ ഈഗോ തൻ്റെ ശത്രുവായിട്ട് വരും. ലഗ്നത്തിൽ ചൊവ്വയാണ്. അനാവശ്യമായി ഈഗോ തന്നെ ഭരിക്കും. ആ ഈഗോ ഭരിക്കുമ്പോൾ തൻ്റെ അവസരങ്ങളെ, തൻ്റെ കയ്യെത്തും ദൂരത്ത് വരുന്ന അവസരങ്ങൾ തൻ്റെ വൃത്തികെട്ട ചില ഈഗോ കാരണം നഷ്ടപ്പെടും. വളരെ ശ്രദ്ധിക്കണം കന്നിരാശിയിൽ. ചൊവ്വ ഒരു ഈഗോയിസ്റ്റ് പ്ലാനറ്റാണ്. അനാവശ്യമായ പ്രഷർ വരും തനിക്ക്. അത് ജോലിയൊക്കെ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് പ്രകോപിതനാവുക. അത് ദാമ്പത്യത്തിലായാലും തൻ്റെ വിഷയത്തിലായാലും വളരെ ശ്രദ്ധിക്കുക. സൗഹൃദങ്ങൾ പെട്ടെന്ന് തന്നെ ഈഗോ കാരണം നഷ്ടപ്പെടും. ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇവിടെ വളരെയധികം സംഗീതാദി വിഷയങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാനോ അല്ലെങ്കിൽ പുതിയൊരു ദിവസം നോക്കി, നല്ല ദിനം നോക്കി, ഡാൻസ്, നൃത്തങ്ങൾ, സംഗീതം, ഇതൊക്കെ അഭ്യസിക്കാൻ വളരെ നല്ലതാണ്. ഗാന്ധർവ യുദ്ധകുശല, അപ്രകാരം കരാട്ടെ, കളരി തുടങ്ങിയ മാർഷ്യൽ ആർട്സ് പഠിക്കുവാനും വളരെ നല്ലതാണ്. സംഗീത വിഷയം ഗന്ധർവൻ്റെ വിഷയത്തിലും അപ്രകാരം തന്നെ ആയോധന കലകളിലും മിഥുനത്തിലും കന്നിയിൽ നിൽക്കുന്ന ചൊവ്വ വളരെയധികം ഫലം ചെയ്യുന്നുണ്ട്. തൻ്റെ ഈഗോ കളഞ്ഞാൽ തനിക്ക് ഈ വാരം വളരെ നല്ലതാണ്. സാമ്പത്തികമായി വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകും. പ്രത്യേകിച്ച് എഴുത്തുകാർക്ക്, ലേഖകർക്ക്, സിനിമാ മേഖല അല്ലെങ്കിൽ സീരിയൽ, നാടക പ്രവർത്തകർക്കൊക്കെ തന്നെ വളരെയധികം നല്ലതാണ്. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് ഈ വാരം വളരെ ഗുണമാണ്. അപ്രകാരം തന്നെ വളരെയധികം അധികാരങ്ങൾ തന്നിൽ വന്നു ചേരും. അതിനാൽ അധികാരത്തിൽ അങ്ങേയറ്റം ഉന്മത്തരാകാതെ മുന്നോട്ട് നീങ്ങുക. യൂറോളജിയുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മൂത്രാശ ബുദ്ധിമുട്ടുകൾ വളരെ വരുന്ന വാരമാണ്. ജാഗ്രത പാലിക്കുക. എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.